മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. സാധാരണ നോർമൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുധാരികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതം അതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും, എന്നെ അറിയാത്ത മനുഷ്യർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതിന് വാട്ട് ഈസ് യുവർ റെലവൻസ് എന്ന് ചോദിക്കൂ. എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത്. പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും. എക്സ്ട്രാ ക്ലെയിം, വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം എന്താ ചോദിക്കണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ വാക്യമാണത്? ഇതിൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 5:46-47. വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ? അതാണ് പ്രശ്നം. ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരും. എവിടെ വരാൻ? പിന്നെ നിൻ്റെ ഈ നാക്കിട്ട കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ? അതാണ് ബൈബിൾ പറയണത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കർണക്കൊന്ത 101 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷപാഠം 30 പ്രാവശ്യം ചൊല്ലി. വിശേഷവിധിയായി ചൊല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയണത്. ഇതാണ് ഫസ്റ്റ്. ഉടമ്പടിയും സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ് ചെയ്യുന്ന പദ്ധതിയാണ്. ദൈവികമായ ശുശ്രൂഷ ചെയ്യണം. ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഇന്ധനങ്ങൾ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 ക്വാളിറ്റി വേണം, 3 കപ്പാസിറ്റി വേണം. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്ലിയർ അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. സ്നേഹം ഉണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും. അതല്ല. ബൈബിളിലെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനെന്ത് കുമ്പസാരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തോ വട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുമ്പസാരിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശാച് വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയാം. ബട്ട് ധ്യാനഗുരുക്കന്മാരുടെ വരുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്യത്തിൻ്റെ മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാന്നല്ല പ്രശ്നം. നിങ്ങൾ ഉടനെ കയറി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസാണ് പറഞ്ഞത്. അതല്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം. ദൈവസ്നേഹം, ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും. ഇനി ദൈവസ്നേഹം ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും, പക്ഷേ നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാർ പറയല്ലേ, എനിക്ക് രാത്രിയാണ് ചുമ, രാവിലെ ഞാൻ ഓക്കെയാണെന്ന്. എനിക്ക് രാത്രിയാണ് ചുമ വരണത്, രാവിലെ ഞാൻ ഓക്കെയാണെന്ന് പറയും. ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ്. രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം.
പക്ഷെ പകല് നീ അറിയുന്നില്ലെന്ന് അർത്ഥം. പകല് നീ അറിയുന്നില്ല. പകൽ അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ല, പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത്? കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം ചില പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൈയും കാലും അനങ്ങത്തില്ല. എന്താ കാര്യം? സിക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയും പരിശുദ്ധാത്മാവിനെ നിർവീര്യം ആക്കരുത്, അല്ലേ? തെസ്സലോനിയൻസ് 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എന്ന് പറഞ്ഞ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത്. ബൈബിള് ചോദിച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇങ്ങനെ തുറന്ന് കിടക്കത്തില്ല. തുറന്ന് കിടക്കുന്നത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന് പൂട്ടും താക്കോലൊന്നും ഇല്ലല്ലേ. ബൈബിളിന് പൂട്ടും താക്കോലും ഉണ്ട്. അതിങ്ങനെ തുറന്ന് മലന്ന് കിടക്കത്തില്ല. മുട്ടുവിൽ നിങ്ങൾക്ക് അതാ തുറക്കപ്പെടും. നമ്മൾ ബൈബിളിൻ്റെ പല വചനങ്ങളിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഓപ്പൺ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ബൈബിൾ വായിച്ചേക്കാം, ആരപ്പനക്ക് ബൈബിൾ വായിക്കണമെന്നല്ല പറഞ്ഞത്, വായിച്ചേക്കാന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ല. ഫസ്റ്റ് നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണെന്ന് നിങ്ങളൊരു ഓർമ്മ വരുത്തണം. രണ്ടാമത് വായിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത് കയ്യിലെടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. കാര്യം പഴയ നിയമമല്ല, പുതിയ നിയമം. പുതിയ നിയമത്തിലെ ഓരോ വാക്കും അങ്ങേരുടെ രക്തം കൊണ്ട് കഴുകിയ വിശുദ്ധ ശക്തമുള്ള വചനങ്ങളാണ്. കാര്യം അതിനെല്ലാം അങ്ങേര് രക്തം ചിന്തിയിട്ട് സീല് ചെയ്തിട്ടുണ്ട്. പഴയ നിയമം വായിക്കണ പോലെ പുതിയ നിയമം വായിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം വായിക്കണമെങ്കിൽ മുട്ട നിന്ന് വായിക്കേണ്ടി വരും. പഴയ നമുക്കത് നിന്ന് വായിക്കാം. യഹൂദന്മാരെല്ലാം നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്ത്യാനി മുട്ട നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമം വായിക്കണമെങ്കിൽ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ മുട്ടയിൽ നിൽക്കും. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്, തിരുവിലാവിൽ മുറിവേറ്റവനാണ്, മുൾക്കിരീടം ചൂടിയവനാണ്, നിൻ്റെ വിശുദ്ധമായ രക്തത്താലാണ് നീ വചനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വാതിൽ ഈ ഉള്ളവർക്ക് വേണ്ടി, ഈ ഉള്ളവന് വേണ്ടി തുറന്നു തരണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 കൈയടിച്ചോട്ടെ. സത്യദൈവം പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വലിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ടായാൽ മാത്രം അത് രക്ഷപ്പെടാൻ. കാര്യം രക്ഷ എന്നൊക്കെ പറയണത് നിൻ്റെ ജീവിതം ഒരു നിമിഷം. ദൈവവേദനെ നീ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കണത്. നീ വന്നതല്ല വിളിച്ചതാണെന്ന് ഓർത്താൽ മതി. എന്താണ്? വന്നതല്ല, എന്നെ വിളിച്ചതാണ്. സ്വരത്തിൽ പറഞ്ഞ്, വന്നതല്ല വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. ഞാൻ വന്നതല്ല എന്നെ വിളിച്ചതാണ്. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആലയത്തിൽ സമയം വിളിച്ചു ചേർത്തതിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തന്നെ നിർത്തിയതോ
ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടക്കണേ തിരുഹിതം. Praise the Lord. എൻ്റെ മക്കളുടെ ദൈവികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനകോടികളെ അനുഗ്രഹിച്ച സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒന്ന് പറഞ്ഞ്, ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, ജനലക്ഷങ്ങളെ ദൈവം അനുഗ്രഹിച്ച് കണ്ണീർ തുടച്ച സ്ഥലം. കർത്താവ് എന്നെയും വിളിച്ചിരിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട്, നിന്റെ പരിപാലനെ ഓർത്തുകൊണ്ട്, എന്റെ ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ഈ നിമിഷം എന്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഓ ഈശോയെ, ദിവ്യ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലെ പൂർണ്ണമായും നൽകിക്കൊണ്ട് ഞാനങ്ങയെ സ്തുതിക്കും, ഞാനങ്ങയെ ആരാധിക്കുന്നു, എനിക്ക് നന്ദി പറയുന്നു. ഓ നന്ദി ഈശോയെ, ഓ ആരാധന, ഓ ദൈവമേ, ഓ സത്യമേ, ഓ സ്നേഹമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ നമ്മൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലെ ബെർഹിംഹാവിലൊരു ധ്യാനം നടത്തി. ആ ധ്യാനം നല്ല ശക്തമായ അഭിഷേകമുള്ള ധ്യാനമാണ്. 12,500 പേര് ആ ധ്യാനത്തിൽ പങ്കെടുത്ത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റെയിൽസ്ഫോർഡിൽ വന്ന് ധ്യാനം നടത്തി. സ്റ്റെയിൽഫോർഡ് ഒരു വലിയ ആശ്രമമാണ്, 10 ഏക്കറുള്ളൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബന്ധിഞ്ഞ് കൊടുത്ത സ്ഥലമാണ്. അപ്പം ഞാൻ ആ പുഴയുടെ ഓരങ്ങളിലെല്ലാം നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പം അവിടെ 700 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വല്ല അകലയിൽ നിന്നൊക്കെ വരണമായിരുന്ന ആൾക്കാർ. 700 പേര് മതിയായിരുന്നു ശരിക്കും. അതൊരു പള്ളിയാണ്. പക്ഷേ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. മറ്റത് സ്റ്റേഡിയത്തിലാണ് നടത്തിയത്, ഇതൊരു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിലാണ് നടത്തിയത്. ഇതിൻ്റെ അനോയിൻറ്റിങ് ലെവൽ വ്യത്യാസമുണ്ട്. ഇത് സ്റ്റേഡിയത്തിൽ നടത്തുന്നതിനേക്കാളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സ്ഥലത്ത് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ വചനങ്ങളെല്ലാം മാറി, വചനങ്ങളുടെ രീതികൾ, പ്രസൻറ്റേഷൻ്റെ രീതികൾ മാറി, ആൾക്കാരുടെ അനുഭവതലങ്ങൾ മാറി, അഭിഷേക ലെവൽ മാറി, മൊത്തം മാറി. അതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തേക്ക് ദൈവം നൽകിയ, രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടി വന്നിരിക്കുന്നത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സഡൻ ഉടമ്പടി വന്നതല്ല. ഇപ്പം നവീകരണ ധ്യാനം എന്നുണ്ട്, അത് ജീവിതം നവീകരിക്കാനുള്ളതാണ്. വളർച്ചാധ്യാനമുണ്ട്, വിശ്വാസത വളർച്ച പ്രാപിക്കാനുള്ളതാണ്. ആന്തരിക സൗഖ്യദാനമുണ്ട്, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികളെല്ലാം സുഖപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ജീവനുള്ള ജീവിതം, ആത്മീയ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എന്താണ്,
പ്രാർത്ഥനാനുഭവ ധ്യാനമുണ്ട്, തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ളതാണ്. പിന്നെ എന്താണ്? വരദാനങ്ങളുടെ ധ്യാനമുണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ളതാണ്. ഉടമ്പടി ധ്യാനമുണ്ട്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാനുള്ള വലിയ ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് പിതാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ